തറാവീഹ് നിസ്കാരം പള്ളിക്കകത്ത് നടക്കുമ്പോ പുറം പള്ളിയിലും അതാ പള്ളിയുടെ രണ്ടാം നിലയിലും ചാരിയിരിക്കുന്ന ചെറുപ്പക്കാരോട് പള്ളിയുടെ മുറ്റത്തും കടത്തിണ്ണകളിലും പള്ളിയുടെ പരിസരങ്ങളിലും ഇന്നത്തെ ചെറുപ്പക്കാരിരിക്കുകയാണ്. മക്കളെ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ ഇന്നലെ കണ്ട കാഴ്ചയാ സഹോദരാ. പടച്ചവനെ IPL തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പള്ളിയിൽ വന്നിട്ട് പ്രായമുള്ള വാപ്പമാര് പോലും പള്ളിക്കകത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് മൊബൈലെടുത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ മുകളിലിരുന്ന് കാണുന്നവരുണ്ട്, പള്ളിയുടെ പരിസരത്തിരുന്ന് കാണുന്നവരുണ്ട്. എന്ത് ധൈര്യമാ ചെറുപ്പക്കാരാ, എന്ത് ധൈര്യമാ ചെറുപ്പക്കാരാ. അള്ളാന്റെ ഭവനമാടാ, അള്ളാഹുവിന്റെ വീടാണ് ഇത്. നിന്റെയൊന്നും വീടല്ല ചെറുപ്പക്കാരാ, ഇത് പടച്ച റബ്ബിന്റെ ഭവനമാണ്. ആ പള്ളിക്കകത്ത് കയറണമെങ്കിൽ കാല് കഴുകി ഉതുപെടുത്തിട്ട് കയറണമല്ലോ. അള്ളാഹുവിന്റെ ഭവനത്തിന് ആദരവുണ്ട്. അള്ളാഹുവേ, നിന്റെ വീടിന് എത്രയും പവർ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വീടിന് എത്ര പവറാണ്. ആ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോഴാണ് എന്റെ ചെറുപ്പക്കാര് പള്ളിയുടെ രണ്ടാം നിലയിൽ കയറിയിരുന്ന് മൊബൈലെടുത്ത് വെച്ച് കളിക്കുകയാ. താഴെ നിസ്കാരം നടക്കുകയാ. പ്രായമുള്ളവര് പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ എന്റെ ചെറുപ്പക്കാര് മൂത്രപ്പരയുടെ പരിസരത്തും ഹൗദിന്റെ സൈഡിലും പുറം പള്ളിയിലും പരിസരങ്ങളിലും കളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്ത് ധൈര്യമാ ചെറുപ്പക്കാരാ, എന്ത് ധൈര്യമാ ചെറുപ്പക്കാരാ. സർവ്വ ഇബ്ലീസുകളെയും അല്ലാഹു പിടിച്ച് മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുന്ന റമളാൻ മാസത്തില് മോനെ, നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് ഏതാ? അത് നല്ലതല്ലടാ മോനെ, അത് നല്ലതല്ല ചെറുപ്പക്കാരാ. എന്തിനാ നിനക്ക് കാണണമെങ്കിൽ വീട്ടിലിരുന്ന് കണ്ടാ പോരെ, കളിക്കണമെങ്കിൽ റോഡിലിരുന്ന് കളിച്ചാ പോരെ. എന്തിനാ പള്ളിക്കകത്ത് വരുന്നത്, എന്തിനാ പള്ളിക്കകത്തിരുന്ന് ചെയ്യുന്നത്? ലോകത്തുള്ള പള്ളികൾ മുഴുവനും സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാ അവൻ അള്ളാനെ സ്നേഹിക്കുന്നത് പോലെയാ. അള്ളാന്റെ പള്ളി വലുതാകട്ടെ ചെറുതാകട്ടെ, അള്ളാഹുവിന്റെ പള്ളിയെ സ്നേഹിക്കുന്നത് അള്ളാനെ സ്നേഹിക്കുന്നത് പോലെയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ പഠിക്കാൻ ഞാനൊരു നന്മ പറഞ്ഞു തരാ. ഈ തറാവീഹ് നിസ്കാരത്തിന് പള്ളിക്കകത്ത് കയറിയിട്ട് ഒരു സുജൂദ് ചെയ്താ, ഒരു സുജൂദ് ചെയ്താ, അതാ നബി തങ്ങൾ പറയുന്നു, ഒരു സുജൂദ് ചെയ്താ അല്ലാഹു 1500 പ്രതിഫലം നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളും തറാവീഹ് നിസ്കരിക്കുന്നവരാണല്ലോ. തറാവീഹ് നിസ്കരിക്കുമ്പോ അലസതയൊന്നും വേണ്ട, പെട്ടെന്ന് തീർത്തിട്ട് ഓടണ്ട പെങ്ങള്. സമാധാനത്തോടെ നിസ്കരിക്ക്, സമാധാനത്തോടെ നിസ്കരിക്ക്. ആ സുജൂദിൽ പറയേണ്ട ദിക്റുകൾ പറയൂ. എന്തിനാ ധൃതി, എന്തിനാണ് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ നിസ്കരിക്കാൻ വരുന്നത്? എന്തിനാ പെങ്ങളെ നിസ്കരിച്ചില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, വാപ്പാ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാ അള്ളാനെ കളിയാക്കല്ലേ, അള്ളാനെ പരിഹസിക്കല്ലേ. ഒന്നുപെടുത്തു പള്ളിക്കകത്ത് കയറിയിട്ട് പടച്ച റബ്ബ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ അള്ളാനെ കോമാളിയാക്കരുത്, അള്ളാനെ കളിയാക്കരുത്, അള്ളാനെ കളിയാക്കരുത്. കളിയാക്കിയാ അല്ല നിന്നെയും കളിയാക്കും ചെറുപ്പക്കാരാ. അല്ല നിന്നെയും പരിഹസിക്കുമടാ, അല്ലാഹു നിന്നെയും പറ്റിക്കുമടാ. എപ്പോഴാണ് അല്ലാഹു പറ്റിക്കുന്നതെന്നറിയുമോ? എപ്പോഴാണ് അല്ലാഹു നിന്നെ കൈവിടുന്നതെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും പറഞ്ഞു തരും, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞ സ്വർഗമാണ്, ഇത് പറഞ്ഞ സ്വർഗമാണ്. ഒന്ന് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുടുംബക്കാര് ശഹാദത്ത് കലിമ പറഞ്ഞു തരുന്നു. നീയാണെങ്കിൽ ആഗ്രഹത്തോട് അത് പറയാൻ വേണ്ടി നാവ് പൊക്കാൻ നോക്കുമ്പോ നിന്റെ നാവ് പൊങ്ങുന്നില്ല.
നിനക്ക് പറയാ കഴിയുന്നില്ല. നാണം കെടുമടോ. ആ സമയത്ത് അള്ളാഹു നിന്നെയൊക്കെ നാണം കെടുത്തി കളയും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സുജൂദ് ചെയ്ത 1500 ഒരു സുജൂദിന്, 1500 പ്രതിഫലമുണ്ട് ഒരു സുജൂദിന്. അതുമാത്രമല്ല ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്നാ, സ്വർഗത്തിലൊരു വീടാ വാപ്പാ. ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, ഉംറ ചെയ്യുന്നവന്റെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല. അല്ലാഹുവേ, നിസ്കരിക്കുന്ന സമയത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ നീ ചെയ്യുന്ന ഒരു സുജൂദിന് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും ഏറ്റവും എളുപ്പം തീരുന്ന പള്ളി തേടിയിട്ടാ പോവാ. ഏറ്റവും എളുപ്പത്തിൽ ഏത് പള്ളിയിലാണ് അത് ഇരുന്ന് അവിടെ പോകും. പിന്നെ നോക്കുമ്പോ ഇപ്പൊ പിള്ളമാരെല്ലാം കളിയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ യൂട്യൂബിലൊക്കെ കളിയാക്കുക. ഓരോ സ്ഥലത്ത് കണ്ടോ ഞങ്ങളുടെ 8ഉം നിങ്ങളുടെ 20ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇങ്ങനെ കളിയാക്കാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സുജൂദ്, ആ തറാവീഹ് നിസ്കാരത്തിലെ ഒരു സുജൂദിന് 1500 പ്രതിഫലം, 1500 നന്മ. ബൈഹഖിയിലെ ഹദീസ് ഞാൻ ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്നാലും ഞാൻ പള്ളിയിൽ പ്രസംഗിച്ച ജുമഅയ്ക്ക് ആ ഹദീസ് ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 1500 പ്രതിഫലം, 2 സ്വർഗത്തിലൊരു വീട്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസം കളിക്കരുത്. മറ്റുള്ള മാസങ്ങളിൽ കടന്ന് ചെയ്യുന്നത് പോലെ ഈ മാസത്തിൽ ചെയ്യാൻ നിൽക്കരുത്. ഇത് റമളാൻ മാസമാ. അള്ളാഹു ആദരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആദരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന, സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ അത് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനെയാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദീകരിക്കുന്നില്ല. ഈ വിഷയം നാളെയും കൂടെ 2 ദിവസമല്ലേ ഉള്ളൂ, 5 ദിവസമൊന്നും ഇല്ലല്ലോ. ഇന്ന് 2 എണ്ണം പറഞ്ഞാലേ ബാക്കി 2 എണ്ണം നാളെ പറയാൻ കഴിയത്തുള്ളൂ. അൽഹംദുലില്ലാ. നിർത്താറായോ? ഷുഹൈബേ, ബാങ്കത്രയ്ക്ക് നിസ്കാരം ഇപ്പം നടക്കുമോ? ബാങ്ക് കൊടുത്തോ? അപ്പം നിസ്കാരം എങ്ങനെ പിന്നീടാണോ ഇപ്പൊ തന്നെ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിർത്തിയേക്കും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗം വിളിച്ച് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം നോമ്പ് പിടിക്കുന്നവര്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എടാ കസേര ഒന്ന് പതുക്കെ, പൊടി ഇളക്കരുത്, ഒന്ന് മുമ്പോട്ട് കയറ്റിക്ക്. മുന്നോട്ട് കയറിയിരുന്ന എല്ലാവരും. എന്നിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ഇരിക്കണ ചങ്ങാതിയൊക്കെ ഇക്കരെ കയറിക്ക്. പള്ളി അവിടെ തന്നെ കാണും, എങ്ങും പോത്തില്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇത് ഇന്നേ കിട്ടൂ. ബാ ഇക്കരെ കയറി. പള്ളിക്കകത്തിരിക്കുക. അത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിസ്കരിക്കാൻ അവിടെ ഇത്തിക്കാഫൊക്കെ ഇരിക്കാൻ സമയമുണ്ട്, പോയിരുന്നോളി. അപ്പൊ പ്രതിഫലം അല്ലാഹു തരട്ടെ. ആണുങ്ങളൊക്കെ ഒന്ന് കയറി ഇരിക്കെ. ലത്തീവേ ലത്തീവേ, നീ നോമ്പ് കുറിക്കാൻ വിളിച്ചിട്ട് വരാത്തതിന്റെ ചൊടിയാന്ന് തോന്നുന്നു. ലത്തീവന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇരിക്കുക. അള്ളാഹു അദ്ദേഹത്തിന്റെ മകള് വിശേഷമൊന്നും ആയില്ലേ ലത്തീവ? അള്ളാഹു നല്ല കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല നീരിടാ ക്യാമറമാൻ, നീ വടി പോലെ നിൽക്കാതെ. സഫീർ മൈക്ക് സെറ്റുകാരനെ കണ്ട കണ്ണാടിട്ടോ? ഓന് സാധാരണ ഉമ്മമാർക്കൊക്കെ ടെൻഷൻ, പെങ്കുച്ചിന്റെ കല്യാണം ആയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനാണ്. അവന്റെ ഉമ്മായിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഓന്റെ കല്യാണം നടക്കുന്നില്ലല്ലോ എന്നാ. ഓനാണെങ്കിൽ അടുത്ത് ഉസ്താദ് എനിക്ക് വയ്യ കേട്ടെന്ന്. അള്ളാഹു ഈ റമളാൻ മാസത്തിന്റെ ബറക്കത്ത്. അവൻ ആകെ പറയുന്നു, ഉസ്താദ് എന്റെ കല്യാണം നടക്കാമെന്ന് ദുആ ചെയ്യണം. മൈക്ക് സെറ്റുകാരനായതുകൊണ്ടാന്ന് തോന്നുന്നു പെണ്ണ് കെട്ടാത്ത. എടാ നിന്റെ കഴിവ് അറിയുന്ന ആരുണ്ട്? ഈ മൈക്ക് സെറ്റുകാരന്മാരെ ഒരു പെണ്ണങ്ങാണ്ട കണ്ണാൻ പോയപ്പോ പറഞ്ഞെന്ന് മൈക്ക് സെറ്റുകാരനോ വേണ്ടാന്ന്. മൈക്ക് സെറ്റുകാരന്റെ പവർ എന്താണെന്നറിയാവോ? ഈ സാധനം പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ആരൊക്കെ ഈ 500 സുജ്ജിനകത്ത് എന്ത് ചെയ്യാനാ? എടി എന്ത് വലിയ കഷ്ടപ്പാടെന്നറിയാം ഈ മൈക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. കരണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ബോധം വേണം. ഒരാളുടെ സംസാരത്തിന്റെ ശൈലിക്കനുസരിച്ച് കൊണ്ട് അത് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് പ്രയാസമാണെന്നറിയോ? അള്ളാഹു അത്രയും കഴിവ് കൊടുത്തിട്ടുണ്ട്. മൈക്ക് സെറ്റുകാർ എല്ലാവരുടെ കാര്യവും. ഞങ്ങൾക്ക് സ്ഥിരമായി പ്രസംഗിക്കുന്നവരെ എങ്ങനെ ഞങ്ങളൊക്കെ, നിങ്ങളൊരു 10 മിനിറ്റ് വാതുറന്നൊന്ന് വിളിച്ച്
നിങ്ങൾ ആരെങ്കിലും ഈ മൈക്കിന്റെ മുമ്പിൽ കയറി 10 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ കാറ്റേ വരത്തുള്ളൂ. എൻ്റെ അടുത്ത് ഇന്നലെ എൻ്റെ പള്ളിയുടെ പ്രസിഡന്റ് ചോദിച്ചു, എൻ്റെ പൊന്നാര ഉസ്താദെ, ഞങ്ങൾ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നൊന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോൾ തന്നെ തൊണ്ട പറ്റുന്നു, വയ്യാതെ നിങ്ങൾ എങ്ങനെ വഴുതു പറയണമെന്ന്, മലക്കാണോ എന്ന് ചോദിച്ചേ. എന്തുകൊണ്ടാണ് ഞങ്ങളത് ഈ മൈക്കസ്, അതാണ് അതിന്റെ സെറ്റീകരണം. മൈക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും പറ്റും, വിചാരിച്ച അതിനെ തീർക്കാൻ പറ്റും. ഈ മൈക്ക് ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വെള്ളം വരും, നമ്മുടെ ഈ തൊണ്ടയിലെ വെള്ളം ഇതിനകത്ത് കയറും. അത് വിചാരിച്ച തൊണ്ട സ്ക്രാച്ച് വീഴും, ഒരാൾ പിന്നെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ അവന് നല്ല രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവൻ അള്ളാഹു നല്ല സ്വാലിഹത്തായ, അവന് കള്ളുകുടിയില്ല, കഞ്ചാവടിയില്ല, എന്നിട്ടും പറയാ വേണ്ട, നല്ലൊരു ചെറുപ്പക്കാരനാ, കാത്തിരീടാ, നിനക്ക് വരുമ്പോ നല്ലത് തരും. അൽഹംദുലില്ലാ. അള്ളാഹുവിന് സ്വാലിഹത്തായ, അള്ളാഹുവിന് ഭയമുള്ള ഒരു പെണ്ണിന് അള്ളാഹു നീ കൊടുക്കണേ തമ്പുരാനെ. ഒരു ആമീൻ പറ. ഈ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത റമളാനിൽ നീ ഒരു കുഞ്ഞിന്റെ വാപ്പയാകണം ഇൻഷാ അല്ലാ കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഉമ്മായ്ക്ക് വാപ്പ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാ ഇരിക്കല്ലേ, അരമണിക്കൂറും കൂടി ഇരിക്കുവോ? നിർത്തണോ പറയണോ? സ്വാലിഹത്തായ ഭാര്യയെ കിട്ടണമെന്ന് പറയാനുള്ള കാരണം, ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോൾ ഒരു രംഗം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ സ്വാലിഹത്തെന്ന് എടുത്തെടുത്ത് പറഞ്ഞത്. റമളാൻ മാസത്തില് സ്വാലിഹത്തെന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം എന്ത്? അത് ഇന്നൊരു രംഗം കണ്ടതുകൊണ്ടാ. തലയിൽ ഷാളുണ്ടെന്ന് പറഞ്ഞ് സാലിഹത്താവോ? തലയിൽ ഷാളുണ്ടെന്ന് പറഞ്ഞ് സാലിഹത്താവോ? റഹ്മാൻ അല്ലാഹ്, 3 ആണുങ്ങളുടെ കൂടെ ആ ഒരു തലയിൽ ഷാളുള്ള ഒരു പെണ്ണ് ഞാൻ നോക്കുമ്പോൾ ട്രെയിനിൽ ഒരു ഉസ്താദാണെന്നുള്ള കാരണം പോലും കാണിച്ചില്ല. റമളാൻ മാസം, പരിശുദ്ധമായ റമളാൻ മാസം, ഒരു ഉസ്താദ് ഇങ്ങനെ ഇരിക്കുമ്പോ, എടാ അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മക്കളൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ വന്നു. ഇരിക്കാൻ കസേര ഇല്ലാത്തതുകൊണ്ട് ആ പാവങ്ങൾ തിരിച്ചു പോയതാ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കുമാറാകട്ടെ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, അള്ളാഹു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നീ ഞങ്ങളുടെ മക്കളെ സങ്കടപ്പെടുത്തല്ലേ തമ്പുരാനെ. മക്കളൊക്കെ പരീക്ഷ എഴുതുന്നു, പക്ഷെ മക്കൾക്ക് ഏറ്റവും വലിയ പരാതി പരീക്ഷയെ കുറിച്ചല്ല. ഈ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വല്ല പരാതിയുണ്ടോ? അവർക്ക് ആകെ ഒരു പരാതിയേ ഉള്ളൂ. 10ാം ക്ലാസ്സിലും +1ലും +2ലും പഠിക്കുന്ന മക്കൾക്ക് ടെൻഷനൊന്നുമില്ല. ആകെ ടെൻഷൻ ഉമ്മയെക്കുറിച്ച് ഓർത്തിട്ട, ഉമ്മയുടെ പീഡനം. മക്കൾക്ക് പരീക്ഷയെ കുറിച്ച് ടെൻഷനൊന്നുമില്ല. എൻ്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ വഴുതു പറയുമ്പോൾ ഈ മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മാനെ കുറിച്ചൊന്ന് പറയണമെന്നാ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടി. ശരിയാ, എല്ലാ ഉമ്മമാർക്കും മൊത്തം A+ വേണം, എല്ലാവർക്കും A+. ആർത്തി എന്ന് പറഞ്ഞ ഒരു അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വേണ്ടേ? എല്ലാ ഉമ്മായ്ക്കും വേണ്ടത് A+, മുഴുവനും A+ മേടിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലൂന്ന് പറയുന്ന മക്കളോട്. നിനക്ക് എത്ര A+ ഉണ്ടായിരുന്നു? 7ാം ക്ലാസ്സും ഗുസ്തി എടുത്ത ഉമ്മയാ പറയുന്ന മുഴുവനും A+. അതോ 120 കടക്കാൻ സിറാത്ത് കടന്നു പോലെ നീപ്പെട്ട പാടെന്താന്ന് അള്ളാഹ്ക്കല്ലേ അറിയും. 120 മാർക്ക് വാങ്ങാൻ നിങ്ങളൊക്കെ കിടന്ന് സക്കറാത്തിന്റെ വരി വരിച്ചത് മറന്നുപോയോ? എന്റെ പൊന്നു പെങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ പീഡിപ്പിച്ചു കൊല്ലരുത്. ഒരു ഉമ്മ ഒരു A+ ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അവള് തന്നെ അങ്ങ് പോയി. പരീക്ഷയുടെ തലേ ദിവസം, നാളെ രാവിലെ പരീക്ഷ തുടങ്ങുകയാ. മകള് റൂമിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിച്ചു. എഴുതി വെച്ചു, എനിക്ക് പേടിയാ, ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന്. പോയാ പരീക്ഷയ്ക്ക് തോറ്റ അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കാം. പള്ളിക്കുഴി പോയാൽ എന്ത് ചെയ്യും? ആലോചിക്കാത്ത എന്താ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, മക്കളെ നല്ലതുപോലെ പഠിക്ക്, മുഴുവനും A+ വാങ്ങണം. ഉമ്മ ദുആ ചെയ്യാ, ഇങ്ങനെ പറ. ഞാൻ ദുആ ചെയ്യാ, ഉമ്മയുടെ ദുആയേക്കാൾ വലുതൊന്നുമില്ല. മോൻ പഠിക്കണം, റെഡിയാകണം, അൽഹംദുലില്ലാ, ഉമ്മ ദുആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ധൈര്യം കൊടുക്ക്, ഒരു പ്രതീക്ഷ കൊടുക്ക്. അല്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ കൊന്നുകളയും, നിന്നെ വീട്ടിൽ കയറ്റത്തില്ല, നിന്നെ കെട്ടിച്ചുവിട്ട് കളയും. പറയാ ഉമ്മ. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന 2ാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2ാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ നാവിനെ സൂക്ഷിക്കുന്നവരെ. തന്റെ നാവിനെ ആരാണോ സൂക്ഷിക്കുന്നത്, അവളെ എനിക്ക് തരണേ അല്ലാ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത്,
ആ നാവിനെ സൂക്ഷിക്കുന്ന ആളെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നോമ്പുണ്ട്. വെറും പട്ടിണി, വെറും പട്ടിണി. വയറിന് മാത്രം നോമ്പ്. നാവിന് നോമ്പുണ്ടോ? കണ്ണിന് നോമ്പുണ്ടോ? ചെവിക്ക് നോമ്പുണ്ടോ? ഇല്ല. വഴുതു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിന് നോമ്പില്ല. നിങ്ങളെ ആലോചിക്കേ, ഈ നോമ്പൊക്കെ എപ്പോഴും മുറിഞ്ഞുപോയി. ഇന്നിപ്പോ ഉച്ചക്കിരിക്കുന്ന ആർക്കാ, എത്ര പെണ്ണുങ്ങൾക്കാ നോമ്പുള്ളേ? അതൊക്കെ വരുന്ന വഴിയിലേ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ അങ്ങോട്ട് നിങ്ങൾ ആലോചിക്കേ, ഇവിടെ നമ്മളെക്കാളും നമ്മുടെ ഈ നാവ് കൊണ്ട് ഏഷണിയും പരദൂഷണത്തിനും വല്ല കുറവുണ്ടോ? നോമ്പടാ. ചിലര് പറയണത്, ഉസ്താദെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഉസ്താദെ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. ഇപ്പൊ പള്ളിയിലൊക്കെ നോക്കിക്കേ, മറ്റേത് ചായ കുടിക്കാനെങ്കിലും പോകും. ഇപ്പൊ ഒന്നും പോക്കത്തില്ല, പള്ളി വിറ്റ് തന്നെ ഉണ്ട്. അവിടെ തന്നെ ഇരിക്കുക. ജോലി വല്ലതും ഉണ്ടോ? എല്ലാം കൂടെ അങ്ങോട്ട് രാവിലെ ഉറക്കമല്ല എഴുന്നേറ്റാ കൂടി അങ്ങോട്ട് ഇരുന്നിട്ട് ആമിന അത് അങ്ങനെ അടിയോ, അവളെങ്ങനെ പടച്ചു, അയ്യോ നിനക്കറിയത്തില്ലേ, ഇങ്ങനെ തുടങ്ങി കഥ പറച്ചല്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്ന ഒരു കാരണം, ഉസ്താദെ ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, പറഞ്ഞില്ല. നബിതങ്ങൾ പറഞ്ഞത് അനസായിമുൻ, അവനെ കാണുമ്പോഴേ പറഞ്ഞേക്കണം ഞാൻ നോമ്പുകാരനാണെന്ന്. അവളെ കാണുമ്പോഴേ, അന്യവരുടെ കഥയുമായിട്ട് നിന്റെ അടുക്കൽ വരുന്നവളെ കാണുമ്പോഴേ പറയണം ഔദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, എനിക്ക് നോമ്പാ. 4 പേര് കൂടുമ്പോൾ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അത് നിസ്സാരമായി നിങ്ങൾ ഒരിക്കലും കാണരുത്. ഏഷണിയും പരദൂഷണവുമായി അതുമായി ബന്ധപ്പെട്ടത് ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയരുത്. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. അടുത്ത ഗ്രൂപ്പുകൾ മുഴുവനും ഷെയർ ചെയ്തു. അവസാനമാണ് ചിന്തിക്കുന്നതല്ല, കാള പ്രസവിക്കത്തില്ലല്ലോ, അപ്പോഴേക്കും പോകണ്ടടം മുഴുവനും പോയി കഴിഞ്ഞടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. പെങ്ങളെ നല്ലതുപോലെ കേട്ടോ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, അല്ല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, ഈ വിശ്വസിച്ച വിഭാഗമേ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, അല്ല പറയുന്നു ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു പാപി നിന്റെ അടുക്കൽ വരും. ഒരു പാപി നിന്റെ അടുക്കൽ വരും. ചിലപ്പോ നിസ്കാര തഴമ്പ് കാണാ, താടി കാണാ, തൊപ്പിയിട്ടവനാകാ, ആലിമാകാ, ഹാഫിളാകാ, വഅദ് പറയുന്നവനാകാ, ആരുമാകട്ടെ, ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിൽ മോതിരത്തിനു പകരം തസ്ബീഹ് ഇട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളാകാ. ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു പാപി നിന്റെ അടുക്കൽ വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു തരികയാണ്. നീ അത് ഉറപ്പിക്കാതെ പറയല്ലേ, അത് ഉറപ്പിക്കാതെ പറയല്ലേ. പറഞ്ഞ നാണം കെടുത്തിയതിനു ശേഷം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ച് കടിക്കേണ്ടി വരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ.